വളകാപ്പ് ചടങ്ങിന്റെ ഭാഗമായിട്ട് മുന്നോടിയായിട്ടുള്ള പണികളാണ്. അവിടെ ഒരാൾ തകർത്ത് പണി. നമ്മുടെ മുറ്റത്ത് നല്ല പണികളിലാണ് കേട്ടാ. നല്ല സൗണ്ട് ഉണ്ടാവും. ഗർഭിണി ആയിക്കഴിഞ്ഞാൽ പലർക്കും പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ശ്രുതി ആദ്യമായിട്ടൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലെ പറഞ്ഞതാണ്. കൊതിച്ചോറ് കിട്ടി. ഇനി ഇത് കഴിക്കാൻ പോണം. ഞങ്ങളുടെ കഴിച്ചതേ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത രണ്ടാൾക്കാർ കൂടെ എത്തിയിട്ടാ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് എല്ലാവരും തകൃതിമയായ പണികളിലാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അതെ, നമ്മുടെ ഈ ഞായറാഴ്ചത്തെ 1-ാം തീയതിത്തെ ശ്രുദ്ര വളകാപ്പ് ചടങ്ങിന്റെ ഭാഗമായിട്ട് മുന്നോടിയായിട്ടുള്ള പണികളാണ്. അവിടെ ഒരാൾ തകർത്ത് പണിയെടുക്കുന്നുണ്ട്. പണിയെടുക്കണതുകൊണ്ടേ സംസാരിക്കണില്ല, അങ്ങനെയൊന്നും കണ്ട പണിയെടുക്കാറില്ലല്ലോ. കാരണം അവിടെ തകർത്ത് മതിലൊക്കെ കഴുകുന്നുണ്ട്. ഞാനവിടെ തുണി അടക്കുന്നുണ്ട്. ശ്രുതി അങ്ങനെ സുര പണിയെടുക്കുന്നുണ്ട്. അകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇരിക്കണല്ലേ. അതെ, ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മളിനി വളകാപ്പിൻ്റെ വിശേഷങ്ങളായിരിക്കും. കുറച്ച് ദിവസം 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ ഇനി പരിപാടിക്ക്. അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെയാണ്. അപ്പോൾ ഓരോ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ബാക്കിലൊക്കെ ഉണ്ട്, അതുപോലെ ഇങ്ങനെ ചേണി പിടിച്ച് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ കറുത്ത് ഇങ്ങനെ ഇരിക്കണല്ലോ. അപ്പം ഒന്ന് കഴുകാനായിട്ട് ഏൽപ്പിച്ചിട്ട് അവിടെ ഭംഗിയായിട്ട് കഴുകണുണ്ട്. ആകെ പറഞ്ഞാലും മടിയില്ലാതെ എടുക്കുന്ന പണിയാണത്. ഇഷ്ടമാണ്. ടൈലും ഒക്കെ കഴുകിയാണ്. അപ്പൊ അപ്പുറത്തോട്ട് പോയിട്ട് കാണിച്ചു തരാട്ടെ എന്താണ് പരിപാടി എന്ന് കാണിച്ചു തരാം. ഇപ്പൊ സൗണ്ട് ഇത് കേൾക്കണുണ്ടാവും. അപ്പൊ ചെല്ലട്ടെ, ഒന്ന് പറയട്ടെ കേട്ടോ, അല്ലെങ്കിൽ സൗണ്ട് ഭയങ്കര ഇതായിരിക്കും. അപ്പൊ അപ്പുറത്തോട്ടോ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പ്രൊഡക്റ്റ് അഗാരോൻ്റെ 4-in-1 ഫീമെയിൽ ട്രിമ്മറാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് 4 രീതിയിൽ ട്രിം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു യൂസർ മാനുവൽ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ യൂണിറ്റ് ഉണ്ട്. പിന്നെ ഫേസ് ട്രിം ചെയ്യാനായിട്ട്, നോസ് ട്രിം ചെയ്യാനായിട്ട്, പിന്നെ ഐബ്രോസ് ട്രിം ചെയ്യാനായിട്ട്, പിന്നെ അതേപോലെ തന്നെ ഹാൻഡ്സും ലെഗ്സും ഒക്കെ ട്രിം ചെയ്യാനായിട്ടും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചാർജറും ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചാർജ് ചെയ്ത് ഒരു 90 മിനിറ്റ്സ് വരെ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ആയിക്കോളും. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഫേസ് ട്രിം ചെയ്യാനായിട്ടുള്ള ബ്ലേഡാണ്. അതിതുപോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫേസിൽ ഇങ്ങനെ സർക്കുലർ മോഷനിൽ അത് ട്രിം ചെയ്താൽ മതിയാവും. നമ്മൾ നോർമലായിട്ട് വാക്സ് ചെയ്യുന്നത് പോലെയല്ല ഇങ്ങനെ മുറിയോന്നോ അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും നമുക്ക് വേണ്ടട്ട. ഇതാകുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമ്മളുടെ ഹെയർ എല്ലാനും ഇതിൽ വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കിതാ ഇതേപോലെ ഹെയർ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഒരു ബ്രഷ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടും പറ്റും. പിന്നെ ഇനി നമുക്ക് ഓരോ ബ്ലേഡും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഹാൻഡ്സോ ലെഗ്സോ ബിക്കിനി ഏരിയയോ അങ്ങനെയൊക്കെ വാക്സ് ചെയ്യാൻ പറ്റുന്നൊരു ബ്ലേഡാണിത്. ഇപ്പം ഞാൻ കൂടുതലായിട്ടും പാർലറിൽ പോയി വാക്സ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നല്ലപോലെ ഹെയറൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ നന്നായിട്ട് റിമൂവ് ആവണം കേട്ടോ. അത്യാവശ്യം നല്ലപോലെ റിമൂവ് ആയിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തത് നോസ് ഏരിയയിലുള്ള ഹെയർ റിമൂവ് ചെയ്യാനായിട്ടുള്ളതാണ്. അതും ഇതുപോലെ നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിങ്ങനെ വേദന എടുക്കുമെന്ന് എനിക്ക് അങ്ങനത്തെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല കേട്ടോ. നല്ല ഈസി ആയിട്ട് അതും പോരുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ട് വരുന്നതാണ് ഈ പിരികത്തിൻ്റെ അവിടുത്തെ നമ്മുടെ ത്രെഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബ്ലേഡ്. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർലറിലൊക്കെ പോകാൻ തിരക്കുള്ള ടൈമിലൊക്കെ ഇതുപോലെ ഒന്ന് റേസ് ചെയ്തെടുത്താൽ മതിയാകും. നല്ലപോലെ പോരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ അഗാരോൻ്റെ ട്രിമ്മറിലുള്ള ബ്ലേഡുകൾ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നമ്മുടെ മുറ്റത്ത് നല്ല പണികളിലാണ് കേട്ടോ. നല്ല സൗണ്ട് ഉണ്ടാവും. ഓഫ് ചെയ്യത് സൗണ്ട്. അപ്പോൾ നല്ല നമ്മുടെ മതിലിൻ്റെ ഒക്കെ കളറൊക്കെ മാറി. ജനിച്ചിട്ട് അതും ഒരു കോട്ട് ഒരു ചെറിയൊരു പെയിന്റ് ക്ലീനിങ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇനി അടിയിലത്തെ ഇതൊക്കെ കളയണം. കൊച്ചു കൊച്ചു പണിയിലാണ് സെറ്റ് ചെയ്യാൻ സ്ഥലം ഇവിടെ മിക്കവാറും നമ്മളിവിടെ തന്നെയാണ് സെറ്റ് ചെയ്യണത്. ഇവിടെ എനിക്ക് ഇനി ക്ലീൻ ആക്കണം. അതെ, എല്ലാ ക്ലീനിങ്ങിനും തക്കൂസും ഇതൊക്കെ ഉണ്ടാവും. അവര് തിരക്കിലാണ്. വേറെ ഞങ്ങൾ തന്നെ
ഇതിന് ശേഷം ഒരു സ്ഥലത്ത് പറ്റുകയാണെങ്കിൽ ഒന്ന് പോകണം. ഇപ്പൊ അംഗൻവാടി പോകും. അംഗൻവാടി എന്താ കൊടുക്കണ? അംഗൻവാടിയിൽ ഗോതമ്പ്, ചെറുപയറ്, ശർക്കര. ഇനി ഇപ്രാവശ്യം വല്ല മാറ്റം ഉണ്ടാന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഈ പ്രാവശ്യം ഗോതമ്പല്ലായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഗോതമ്പ്, ചെറുപയറ്, ശർക്കരയായിരുന്നു. അതൊക്കെ ഞങ്ങളെല്ലാവരും ഭംഗിയായിട്ട് കഴിച്ച് ഗർഭിണിക്കാണെങ്കിലും ഞങ്ങൾ അതിൽ പങ്കാളികളായി. ആവർത്തിക്കാൻ പറ്റൂല. സംഭവം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറ്റുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് പോകും. അതെ, അത് സുധീരന്റെ ആഗ്രഹത്തിന്റെ പുറത്ത് പോണതാണ്. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് പോകണമെങ്കിൽ അവിടെ ഉണ്ടാകും കൂടി ഒന്ന് അന്വേഷിക്കും. ഉറപ്പാണ് കൂടി വിളിച്ചോദിച്ചിട്ട് പോവാം. ഇങ്ങനെ സാധാരണ ആൾക്കാർ ഇങ്ങനെ വിശേഷമായി കഴിഞ്ഞ് ഗർഭിണി ആയിക്കഴിഞ്ഞാല് പലർക്കും പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ശ്രുതി ആദ്യമായിട്ടൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലെ പറഞ്ഞതാണ്. അപ്പൊ അത് പറ്റണെങ്കിൽ നമ്മൾ സാധിച്ചു കൊടുക്കണം. സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത ആഗ്രഹമൊന്നുമല്ല. നല്ലൊരു കാര്യം, നല്ലൊരു ആഗ്രഹമാണ് പറഞ്ഞത്. അതെ, ഇവനോട് ഞാനും സർപ്രൈസ് വെച്ചേക്കുന്നു. സർപ്രൈസ് ഒന്നുമല്ല. സർപ്രൈസ് ഒന്നുമല്ല. ഇന്നലെ ഞങ്ങൾ ഇങ്ങനെ ഞാൻ ശ്രുതി കടന്നും കൂടി ഇങ്ങനെ പോയപ്പോ നമ്മുടെ കടക്കര പള്ളിയിൽ പെരുന്നാൾ നടക്കണ്ടായിരുന്നു. അപ്പോൾ ശ്രുതി ചോദിച്ചാൽ അവിടെ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാവോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അവിടെ ഭക്ഷണം ഉണ്ടാവാറില്ല, അവിടെ ഇങ്ങനെ തമുക്കൊക്കെയാണ് ഉള്ളത്. എങ്കിലും ഞാനൊരു സംശയം കൊണ്ട് അവിടെ ഞാൻ ചോദിച്ചു എന്താന്ന്. അപ്പം എന്താണ് അങ്ങനെ ചോദിച്ചത്, എനിക്കിങ്ങനെ പള്ളിയിലെ ചോറിനാൻ കൊതിയാവണമെന്ന് പറഞ്ഞു. പിന്നെ കൂട്ടുകാട് പള്ളിയിൽ ചോറുണ്ട്. ഞങ്ങൾ ഇതേ പണി കഴിഞ്ഞിട്ട് അതിന് വേണ്ടി മാത്രം പോണേണ്, പള്ളിയിലെ ചോറിനാൻ വേണ്ടി മാത്രം. അപ്പൊ അത് സഹായിച്ചു കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. പള്ളിയിലെ ചോറിൽ മറ്റേ മോരറിയും എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് നിൽക്കണേ. പക്ഷെ നമ്മള് ശ്രുതിക്ക് ഈ സമയത്ത് പള്ളിയിലെ ചോറ് പള്ളിയിൽ പോയിരുന്നിട്ട് മോരറി ഒക്കെ ഒഴിച്ച് കഴിക്കാൻ ആഗ്രഹം. അത് ഞങ്ങൾ പോകും എന്തായാലും, അത് എവിടെയായാലും പോകും. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് കൂട്ടുകാരുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഇത്ര അടുത്തുണ്ടല്ലോ, അപ്പൊ എന്റെ ഫോൺ അടിക്കണ്ടല്ലോ. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പോയി. ഞാൻ അംഗനവാടി പോകുമ്പോ പച്ചണി കാണിക്കാൻ. ഇന്നൊന്നാമത് റിപ്പബ്ലിക് ഡേ ആണ്. അവിടെ കഴിഞ്ഞിട്ടുണ്ട്. 10:30 മുന്നേ ചെല്ലണോന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അംഗനവാടി പോകാൻ വേണ്ടിട്ട് റെഡി ആയിക്കേണ്ട. അപ്പൊ അമ്മ വരുന്നുണ്ട്. അവിടം വരെ നടന്ന് പോകണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വരെയാണ്. അവിടെ നിന്ന് ബാക്കിൽ നിന്ന് ആരെങ്കിലും വന്നിണ്ടാന്ന് നോക്കി നിൽക്കാന്ന് ഓർത്താണ്. ഇന്ന് റിപ്പബ്ലിക് ഡേ ആയിരുന്നു പിള്ളേരെയും കൊണ്ട് അമ്മമാരൊക്കെ പോണത്. പക്ഷെ ഇന്ന് ആരും വന്നില്ല. അപ്പം ഞാൻ അങ്ങോട്ട് അമ്മനെ കൂട്ടി നടന്നു പോവുകയാണ്. അപ്പം എന്തായാലും നടക്കട്ടെ കേട്ടാ. അപ്പം അംഗനവാടി പോയി നമ്മൾ തിരിച്ചെത്തി. ശർക്കരയും ചെറുപയറും ഗോതമ്പ് ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. ടീച്ചർക്ക് തിരക്കായതുകൊണ്ട് അതാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടെന്ന് പറഞ്ഞത്. ചായ കുടിക്കണം കേട്ടോ. ഇപ്പോഴാണ് അമ്മ ചായ കുടിക്കണത്. കണ്ണൻ ചായ കുടിച്ചല്ല, ഞാൻ കുടിച്ച്. കണ്ണൻ പണിയാണ്. അതെ, പൊറോട്ടയും മുട്ടക്കറിയാണ് ഞങ്ങൾക്ക്. അവിടെ ചെന്നപ്പോ അംഗൻവാടിയൊക്കെ കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്ന് അങ്ങനെ ടീച്ചറൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തോട്ട് നീക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൊടുങ്ങല്ലൂരുള്ള ഒരു കൂട്ടര് നമ്മുടെ പുളിയാമ്പുള്ളി അമ്പലത്തിൽ വന്നിട്ടുണ്ടായി. അപ്പൊ ഞങ്ങൾ കണ്ടപ്പോ കാറ് എത്തി കയറണുണ്ടാന്ന് വെച്ചപ്പോ ഞങ്ങൾ കയറി ഞങ്ങൾ പോകും. അപ്പൊ മറന്നുപോയി. ഇങ്ങോട്ട് കയറണ്ടാന്ന് പറഞ്ഞപ്പോ അവർക്കെന്തോ കയറിയില്ല, ധൃതിയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടിവിടെ കൊണ്ട് നാക്കി തന്നു. അത് കാരണം അംഗൻവാടി ഒന്നും കാണിക്കാൻ പറ്റില്ല. ആ ഒരു ഇതിൽ ഇങ്ങോട്ട് പോകുന്നു. ഇന്ന് റിപ്പബ്ലിക് ഡേ ആയിരുന്നു. അംഗൻവാടിയിലൊക്കെ പരിപാടികളും എന്തൊക്കെയോ ആണെന്ന് തോന്നുന്നു അവിടെ. അതൊക്കെ അങ്ങനത്തെ പണി കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ മുറ്റം നന്നായിട്ട് വെളുത്തു. പണിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം പോലും കഴിക്കാത്ത പണിയാണ്. എടുത്തു വെച്ചിട്ട് കഴിയട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. നോക്കണ പോലുള്ള വീഡിയോ കൊണ്ടുവന്നിട്ട് ഒന്ന് തല ചരിച്ച ഇന്നലെ നമുക്ക് ഇവിടെ ഒരു കളി ഉണ്ടായിരുന്നു. അപ്പോൾ കളിച്ചില്ലെന്ന് ചോദിച്ചതാണ്. ഇന്നലെ ഞങ്ങളുടെ ടീം ഇറങ്ങിയില്ല, മത്സരക്കളിയായിരുന്നു. ടീം സെറ്റായിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനി മൊത്തം ക്ലീനിങ് കഴിഞ്ഞിട്ട് എല്ലാം കാണിച്ചു തരാട്ടോ. അപ്പം നടക്കട്ടെ. അങ്ങനെ ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ. വീട്ടിൽ നിന്ന് പണികളൊക്കെ കഴിഞ്ഞ്, അതെ, പണികളെല്ലാം കഴിഞ്ഞ് നേരെ നമ്മുടെ സ്പോട്ടിലേക്ക് പോയിരുന്നു. എത്താറായി. അപ്പൊ തിരക്കിന്ന് മാറി നിന്നിട്ട് വീട് എടുക്കാൻ കരുതി. അപ്പൊ കുറച്ചും കൂടെ ഉള്ളു. നമ്മുടെ സ്വന്തം നാട്ടിലേക്കാണ് വന്നത്. ഇടക്കിടക്ക് വന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൂടി വന്നുള്ളൂ. അപ്പോൾ പള്ളിയില് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല സമയമൊക്കെ അതിക്രമിച്ചിട്ടുണ്ട്. ഒരു മണി, കറക്റ്റ് 1 മണി. കറക്റ്റ് 1 മണി പണി കഴിഞ്ഞപ്പോ ഇനി നിർത്തിയിട്ട് അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ ചെയ്യുന്ന എടുക്കൽ നടക്കൂല.
അപ്പൊ ആ കണ്ടിന്യൂ തീർത്തിട്ട് പോരാൻ നിന്നു. ഇനി ചെല്ലുമ്പോ ചോറിട്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. അതെ, എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ ഞാൻ എല്ലായിടത്തും പോകാറുണ്ട്. കടയിലാണെങ്കിൽ കട പരിസരത്ത് പള്ളികളിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോകും. അപ്പൊ അതൊരു വേറെ വൈബാണുള്ളത്. ആർക്കാണ് കൊതിയില്ലാത്തത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് അടിക്കണ്ട. സംഭവം എന്ന് വെച്ചാൽ നിങ്ങളും നമ്മുടെ വീഡിയോ ആരെങ്കിലൊക്കെ നമ്മൾ ഇപ്പൊ ചെല്ലുന്നിടത്ത് ഉണ്ടാവും എന്തായാലും അല്ലേ? പിന്നെ വീഡിയോ കാണുന്നവരും അല്ലാത്തവരും നമ്മുടെ പരിചയക്കാരും ഒക്കെ ഉണ്ടാവും. എല്ലാരും പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ വന്ന് പോയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എലീസ ആദ്യം വിളിച്ചപ്പോ പറഞ്ഞത് ക്യൂവില് കുറെ നേരം നിക്കേണ്ടി വരും വൈകിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് ഞാൻ നേരത്തെ പോയി നിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, കാരണം ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് എപ്പോഴാവൂന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ അവിടെ ചെന്ന് ഭക്ഷണം കിട്ടിയാ കഴിക്കണേക്കെ കാണിക്കാം. കിട്ടിയില്ലെങ്കിൽ പറയാം. എന്തായാലും കാണിക്കാം. കിട്ടിയില്ലെങ്കിലും കാണിക്കാം. കിട്ടിയില്ലെങ്കിലുള്ള ബാക്കി പ്രൊസീജർ എന്താണെന്ന് കാണിച്ചു തരാം. കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ. അതെ, ഇവിടെ എത്തും. ഇപ്പൊ തന്നെ എത്തും. നേരെ എത്തിയിട്ട് നമുക്ക് ഞങ്ങളങ്ങനെ ഇവിടെ വന്ന് ക്യൂവിൽ നിൽക്കേണ്ട ഞങ്ങൾക്ക്. പക്ഷേ ഞാനിങ്ങനെ ഇരിക്കണോണ്ട് എനിക്ക് നമുക്ക് കൂടെ നിൽക്കാൻ പറ്റി. കണ്ണനി ഇപ്പോൾ ബാക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ വരിക. അതെ, ഇന്നലെ വിളക്കം കേട്ട് എന്നാലും ഞങ്ങൾ കയറി നിന്ന് ഞങ്ങൾ പയ്യനെയാണ് പറയണത്. ക്യാമറ തിരിച്ചോണ്ട് പിടിച്ചേക്കണത്. അപ്പം എന്തായാലും ഇവിടെ എല്ലാവരും കഴിക്കുകയാണ്. അപ്പം എന്തായാലും ഞങ്ങൾ കഴിക്കാൻ കിട്ടുമ്പോൾ കാണിച്ചു തരാം. അപ്പേ അങ്ങനെ നേർച്ച കിട്ടി. കൊതിച്ചോറ് തന്നെ. അതെ, കൊതിച്ച് ചോറ് കിട്ടി. ഇനി ഇത് കഴിക്കാൻ പോണം. മോരറിയും ബീഫ്, അച്ചാറ്, ക്യാബേജ് വറുക കിട്ടി. അതെ, കഴിക്കട്ടെ. നല്ല മണമാണ്. കൊറേ ആൾക്കാരുടെ റോഡ് സൈഡിൽ തന്നെയാണ്. വന്നപ്പോ തന്നെ കിട്ടി. അതിന്റെ കഥ പറഞ്ഞിരിക്കുന്നു ഇവിടെ. ഞാൻ വണ്ടി ഇടാൻ പോയപ്പോൾ കൂടെ സാധനമൊക്കെ ആയിട്ട് ഇരിക്കുന്നു. നല്ല ക്യൂ ഉണ്ട് അല്ലേ? അതെ, തക്കു കിട്ടിക്കഴിഞ്ഞ ശേഷം വിളിച്ചത്. ആ, അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്ക്. എങ്ങനെ കഴിച്ചു നോക്ക്. ഞാൻ ആഗ്രഹിച്ച സാധനം കഴിക്കട്ടെ. പറഞ്ഞല്ല കേക്കുള്ളൂ, വീടല്ല. കൊറേ നാളായിട്ടുണ്ടായി പള്ളിയിൽ ചോറ് കഴിച്ചിട്ട്. ചൂടോടെ ഇങ്ങനെ വന്നിരിക്കുമ്പോ കഴിക്കുന്നത് വേറൊരു ഇതല്ലേ, പള്ളിയിൽ അമ്പലത്തിലൊക്കെ കിട്ടണം. അതെ, ഇതെന്താ ചുളുക്കി കൂടിയിരിക്കണ? അപ്പൊ ഞങ്ങളൊരു പിടുത്തം പിടിക്കട്ടെ അല്ലേ? ഞങ്ങളുടെ കഴിച്ചതേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത രണ്ടാൾക്കാർ കൂടെ എത്തിയിരുന്നു കേട്ടോ. സുധുനെന്താ തക്കുനെന്താ മാലിന്യ ചോറില്ലടി. അതെ, ബീഫിട്ട ചേട്ടനെ വീടിന്റെ അപ്പുറത്തുള്ള ചേട്ടനാണ്. സുധു ഇവിടെ റെഡ് ക്രോസിന് പോയിക്കായിരുന്ന? നീ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടാണോ? അപ്പൊ ഒരാളെ മാത്രം മിസ്സായി. വില്ലേജ് പാനനിരക്കൊന്ന് കഴിച്ചിട്ട് പോയി. അതെ, ഒന്നും കളഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ ശീലവുമില്ല കളഞ്ഞ്. അത് പ്രത്യേകിച്ച് ബീഫൊക്കെ ആവുമ്പേ. അപ്പൊ നമുക്കിത് ഇനി കയ്യൊക്കെ കഴുകാം അല്ലേ? അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയിരിക്കുന്നു അല്ലെ? ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മട്ടിച്ച് ഇവിടെ വന്നിരിക്കണം അല്ലേ? എന്റെ പോലെ എന്ത് വെയിലായിരുന്നു. കുപ്പി വെള്ളം കുടിച്ച് ഇവിടെ ആവശ്യമായിട്ടിരിക്കും. അതെ, ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഫുഡായിരുന്നു. അമ്മയാണെങ്കിൽ ഇടക്കിട്ടാറും ഞാനും അതൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ചോറ് ഇന്നലെ ആഗ്രഹിച്ച് ഇന്ന് തന്നെ കിട്ടി. അതാണ് അതിന്റേതായ ഒരു റൂട്ട് മാപ്പ്, ദൈവത്തിന്റെ ഒരു കളി.
അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. അങ്ങനെയൊന്നും തോന്നാറില്ല. എന്തെങ്കിലും ഇവിടെ ഉള്ളത് കഴിക്കാനേ തോന്നാറുള്ളൂ സത്യത്തിൽ. ഞാൻ ആലോചിക്കരുത് ഞങ്ങളവിടെ പോകുമായിരുന്നു. അതെ, അപ്പൊ എല്ലാരും പറയണേക്കും വഴി അങ്ങനത്തെ ആഗ്രഹമൊന്നും അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ചിലപ്പോ എന്തെങ്കിലും വെറുതെ ഇങ്ങനെ തോന്നും, അതൊക്കെ അപ്പൊ തന്നെ പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. അതെ, അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെ ആയിരുന്നു. പിന്നെന്ന് വെച്ചത് രാവിലെ അപ്പൊ സംഭവം നോക്കി, ഇന്ന് രാവിലെ ഞാൻ ചെയ്ത പണികളാണ് ഇതൊക്കെ. അതൊക്കെ ഇവിടെ മൊത്തം കറുത്ത മതലായിരുന്നത്, ഇതെല്ലാം വെളുപ്പിച്ച് ഇത് കണ്ട ഇവിടെ നിലയൊക്കെ മൊത്തം അഴുക്കാറുന്നില്ലേ മാ. ഇതിപ്പോ എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് വണ്ടികളൊക്കെ ഒരു വണ്ടി കഴുകി, ഇതേ ഒരു വണ്ടി കഴുകി വെച്ച് 2 വണ്ടിയും കഴുകി, എല്ലാം കഴുകി. അപ്പൊ അതും കഴിഞ്ഞു. അപ്പോ ഓരോരോ പരിപാടികൾ കഴിഞ്ഞോണ്ടിരിക്കണം അല്ലേ. അതെ, ഇനിയുള്ള അടുത്ത പരിപാടിക്ക് വേണ്ടിയുള്ള എല്ലാ പരിപാടികളൊക്കെ ഒതുങ്ങി വന്നിട്ടിരിക്കണം അല്ലേ. അതെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇന്നത്തെ കൊച്ചുകൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ. ഇന്നത്തെ കൊച്ചുകൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ, ഇനിയുള്ള തുടർന്നുള്ള നല്ല വീഡിയോസ് എല്ലാം നല്ല കണ്ടിരിക്കാൻ പറ്റിയ എല്ലാ വീഡിയോസൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. നോട്ടിഫിക്കേഷൻ മുതൽ ജസ്റ്റ് ഒന്ന് കയറി സെർച്ച് ചെയ്ത് നോക്കുക, കൊണ്ടാട്ട ഫാമിലി സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ അടുത്ത വീഡിയോ മുതൽ നിങ്ങൾക്ക് വന്നോളും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇന്ന് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.